എങ്ങനെ RS200 ഡബിൾ ഡിസ്ക് ചെയ്യാം കാലിപ്പർ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമ്മൾ തിരിച്ചാണ് വയ്ക്കുന്നത്. ലെഗ് കറക്റ്റ് കട്ട് ചെയ്ത് നമ്മളെ വച്ച് ലിവിന് വേൾഡ് ഇതാണ്. അപ്പം ഈ ഡബിൾ ഡിസ്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള കുറേ സംശയങ്ങളുണ്ട്. വണ്ടിയിൽ എന്നാ പറയണ്ടേ, ABS വർക്കാവുമോ, എന്നാ പറയണ്ടേ, സ്പീഡോമീറ്റർ വർക്കാവും. Hey guys, it's me Shiva. You are watching Tech and Vlog Malayali YouTube channel. അപ്പോൾ എല്ലാവർക്കും സാറും. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ RSൻ്റെ വീഡിയോ ഇറങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഡബിൾ ഡിസ്കിൻ്റെ വീഡിയോ എപ്പോൾ വരും എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ഡിസ്കിൻ്റെ വീഡിയോ ആണ്. സംഭവം വേറൊന്നുമല്ല, മഴ കാരണം കുറച്ച് നാളായിട്ട് വർക്കും കാര്യങ്ങളും നടക്കുന്നില്ല. ഏകദേശം 10 ദിവസമായി ഇപ്പോൾ എൻ്റെ വർക്കെല്ലാം പെൻഡിങ് നിൽക്കുന്നത്. കാരണം മഴ കാരണം കറണ്ട് വോൾട്ടേജ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സോ ഇന്നും നമ്മൾ അങ്ങനെ തന്നെ എടുക്കാൻ പോകുന്നത്. നമ്മൾ മാക്സിമം വീഡിയോ വൃത്തിക്കെടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ മഴ എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എങ്ങനെ RS200 USB 4 ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തു. അതിൻ്റെ വീഡിയോ വേണം വേണ്ടി പിൻ ചെയ്യാൻ ഞാൻ എങ്ങനെ ഡബിൾ ഡിസ്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി 220 ഡബിൾ ഡിസ്ക് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെയിം പ്രോസസ്സാണ് ഞാൻ ഏറ്റവും വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നെ കുറച്ച് പഴയ ഫുട്ടേജൊക്കെ ആഡ് ചെയ്തും നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യവും സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെയിൻ ഇപ്പോൾ നിങ്ങൾ ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോട്ട് പോകാം. സോ ഗൈസ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അലോയ് എന്ന് പറയുന്നത്. സംഭവം ഒരു സൈഡിൽ നമ്മുടെ സ്റ്റോക്ക് കമ്പനി വരുന്ന ഡിസ്കൗണ്ട്, മറ്റേ സൈഡിൽ എപ്പോഴും നമ്മൾ തുടങ്ങുന്ന പോലെ ആദ്യമേ ലെയ്ത്ത് വർക്ക്സ് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ചെയ്യുന്ന ലെയ്ത്ത് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അലോയുടെ ഈ സൈഡ് ഫേസിങ് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ എന്നാ പറയുക സെക്കൻഡറി ഹാഫ് ഹബ് നമ്മൾ സീറ്റ് ചെയ്യിക്കാൻ പോകുന്നത്. ഈ സ്റ്റെപ്പിലാണ് നമ്മൾ സീറ്റ് ചെയ്യുന്നത്. സോ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലായിട്ട് തിങ്ങാണ്, നമ്മളൊക്കെ നോക്കി ചെയ്യേണ്ട സാധനമാണ്. ഇനി നമുക്ക് സെക്കൻഡറി ഹാഫ് ഹബും ബാക്കി ലെയ്ത്ത് വർക്കുള്ള സാധനങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ലെയ്ത്തിൽ ചെയ്യുന്ന വേറെ ഈ നമ്മുടെ വർക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഈ നമ്മുടെ പ്ലേറ്റ് വെക്കുന്ന ഹാഫ് ഹബും ദേ കണ്ടല്ലോ നമ്മുടെ എന്നാ പറയണ്ടേ ബാഞ്ചോ ബോൾട്ടും ഡബിൾ ബാഞ്ചോ ബോൾട്ടും ഇതിനെപ്പറ്റിയുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹാഫ് ഹബിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റലിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലെ സീറ്റിംഗ് ആണ് നമ്മൾ ആ പറഞ്ഞ ആ ഒരു അലോയുടെ സീറ്റിങ്ങിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇത് നമ്മുടെ അലോയ് സെറ്റ് ചെയ്യുന്നതിന് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാണാം. സോ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ അലോയ് ആണ്. അവിടെ നമ്മുടെ ഹാഫ് ഹബ് സീറ്റ് ചെയ്ത് ഇത് കണ്ടല്ലോ, ഈ റൊട്ടേറ്റിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പക്ക സീറ്റിംഗ് ആണെന്നുള്ളത്. ഇനി നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബോൾട്ട് ഇട്ട് മുറുക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലെയ്ത്തി വെച്ച് തന്നെ കട്ട് ചെയ്ത് ഇതേ അലോയുടെ ഫേസിങ്ങിൽ ലെയ്ത്തി വെച്ച് തന്നെ കട്ട് ചെയ്ത് നീറ്റായിട്ട് ഹോളിട്ട് ചെയ്ത പരിപാടിയാണ്. നമ്മൾ ചുമ്മാ അലമ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുടഞ്ഞോടും. സോ നമ്മൾ ഇതൊക്കെ നല്ല ഭയങ്കര പ്രിസൈസ് ആയിട്ട് അളവെടുത്ത് ചെയ്യേണ്ട പരിപാടീസാണ്. സോ നമുക്കിത് മുറുക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കി. ആ കഴിച്ചിട്ട് നമ്മൾ ഹാഫ് ഹബ് നല്ല സ്ട്രോങ് ആയിട്ട് വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡിസ്ക് പ്ലേറ്റ് വെക്കാം. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഡിസ്ക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, സീറ്റിംഗ് കണ്ടോ. ഈ ഒരു സീറ്റിങ്ങിലും ഭയങ്കര കാര്യമുണ്ട്. കാരണം ഇതിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ഈ നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റ് സീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഫുൾ എന്താ പറയുക അലൈൻമെൻറ്റിന് വ്യത്യാസം വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് കറങ്ങുന്ന കാണാൻ മനസ്സിലായി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നുള്ളത്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് നമ്മുടെ നട്ടിട്ട് മുറുക്കാം. നമ്മൾ അലോയ്ക്കകത്ത് ഡബിൾ ഡിസ്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റോക്ക് സൈഡ്, ഇത് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത സൈഡ്. നമ്മൾ കാണുന്ന മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആണ് നമ്മൾ വെച്ചേക്കുന്നുള്ളത്. ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം പ്രിസൈസ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പറഞ്ഞത്. സോ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കിനിയും അടുത്ത മെയിൻ സാധനത്തിലോട്ട് പോകാം. നമ്മുടെ ഈ വർക്കിലെ ഏറ്റവും എന്നാ പറയണ്ടേ സത്യം പറഞ്ഞാൽ ക്രൂഷ്യൽ ആയിട്ടുള്ളതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഡബിൾ ബാഞ്ചോ ബോൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർക്കിലെ പോലെയല്ല, ഡബിൾ ബാഞ്ചോ ബോൾട്ട് നമ്മൾ മാസ്റ്റർ സിലിണ്ടറല്ല കൊടുക്കുന്നത്, നമ്മൾ കാലിപ്പറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് അല്ലേ ഇതുണ്ടല്ലോ, കാലിപ്പറിൽ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളതിനുള്ള കാരണം എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. സോ നമ്മൾ കാലിപ്പറിലാണ് ഡബിൾ ബാഞ്ചോ മാച്ച് ചെയ്യുന്നത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മൾ ഡബിൾ ബാഞ്ചോയുടെ ലുക്ക് എന്ന് പറയുന്നത്. സംഭവം നമ്മളൊരു നട്ട് എടുത്തിട്ട് അതിനകത്ത് ത്രെഡും ഹോളും എല്ലാം ചെയ്തെടുത്തേക്കുന്നത്. ലെയ്ത്ത് വർക്ക് തന്നെയാണ് ഇത് നമ്മൾ ലെയ്ത്ത് തന്നെ ചെയ്തെടുക്കുന്നത് തന്നെ. നമുക്ക് ബാക്കിയുള്ള ഇട്ടിട്ട് പോകാം. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ഡിസ്കിന് യൂസ് ചെയ്യാൻ പോകുന്ന ഫോർക്കാണ്. അതിൽ ഈ ഫോർക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് വരുന്നതാണ്. ഇതിൽ നമ്മൾ കുറച്ച് ഓൾട്രേഷൻ നടത്തിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഇച്ചിരി ക്ലോസർ ആയിട്ട് പോയിട്ട് കാണിച്ചു തരാം. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂക്കിൻ്റെ റൈറ്റ് സൈഡിലെ ഫോർക്ക് തന്നെ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഔട്ടറിനെ നമ്മുടെ ഇന്നർ ട്യൂബിൽ നിന്ന് നമ്മൾ ആ ലെഗ് രണ്ടും കട്ട് ചെയ്ത് ഇവിടെ വെച്ച് നമ്മുടെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്
ആ ഒരു സൈഡിൽ തന്നെ വെച്ച് നമ്മൾ വെൽഡ് ചെയ്തേക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ. സംഭവം നിങ്ങൾ ചോദിക്കുമായിരിക്കും അതിനെക്കാട്ടുന്ന ഇതിൻ്റെ ട്യൂബ് മേടിച്ചിട്ടാൽ പോരാൻ ചോദിക്കുമായിരിക്കും. സംഭവം എല്ലാം ശരി തന്നെയാണ്. പിന്നെ ഓണർക്ക് വേണ്ടതെന്ന് പറയുന്നത് ആ ഒരു സൈഡിലെ WP എന്നുള്ള ഇതൊക്കെ പുറത്തോട്ട് വരുവാണെങ്കിൽ അവനൊരു താല്പര്യമുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കണമെന്ന്. സോ അവൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, ആ ലെഗ് കറക്റ്റ് കട്ട് ചെയ്ത് നമ്മളെ വെച്ച് പ്രോപ്പറായിട്ട് വെച്ച് അലുമിനിയം വെൽഡ് ചെയ്താണ് ഇതേ. അപ്പോൾ നിങ്ങളുണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ ഡിസ്ക് ചെയ്യുന്നതിലെ ഫസ്റ്റ് മെയിൻ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, നമ്മുടെ ബാൻജോ വോൾട്ട് ഹാഫ് കാര്യങ്ങൾ. ഇനി ഇത് വണ്ടി സെറ്റ് ചെയ്യുന്ന വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ആ വീഡിയോ എടുത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്യുവാണ്. നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ USB 4 സെറ്റ് ചെയ്യുന്നതിൻ്റെ സെയിം പ്രോസസ് തന്നെ നമ്മൾ അതിൻ്റെ ടൈം ലാപ്സും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി. ഞാൻ സെറ്റ് ചെയ്തിട്ട് വണ്ടി ജസ്റ്റ് സെറ്റ് ചെയ്ത് റോൾ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് സാധനം കറങ്ങുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാണിച്ചു. സോ ഇതേ നമ്മൾ സ്റ്റമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് റോളിങ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കാലിപ്പർ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് സാധാരണ കാലിപ്പർ സെറ്റ് ചെയ്യുന്നത് അങ്ങേ സൈഡിൽ സ്റ്റോക്ക് സൈഡാണ്. ഈ സൈഡിൽ കാലിപ്പർ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് നമ്മൾ തിരിച്ചാണ് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്യാം. സോ ഇതേ നമ്മുടെ ഈ സ്റ്റമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ സ്ലോമയും കാര്യങ്ങളൊക്കെ കണ്ടാണ് കറങ്ങുന്നതിൻ്റെ ഒരു സീനും ഇല്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കറങ്ങുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിച്ചാണ് നമ്മുടെ കാലിപ്പർ വെക്കുന്ന ലെവലിനെ പറ്റി. നിങ്ങൾ അലുമിനിയം വെൽഡ് നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ഈ കാലിപ്പർ ഇത് വച്ചാണ് വെൽഡ് ചെയ്തത്. അതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. സംഭവം കണ്ടല്ലേ, നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. സോ ഇത് നമ്മൾ വച്ച് വെൽഡ് ചെയ്തുകൊണ്ടുള്ള മെയിൻ ഉദാഹരണം എന്ന് പറയുന്നത് ഇത് തന്നെ. നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് ഈ സാധനത്തിൽ സീറ്റായിരിക്കും. അത് തന്നെ വേണം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ ഒന്ന് ഇത് വെച്ച് ജസ്റ്റ് വെൽഡ് ചെയ്ത് ഇഷ്ടത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ കാണിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതിന് മനസ്സിലാകുന്നത് നമ്മുടെ കാലിപ്പർ കക്കയുടെ സെറ്റ് ഉണ്ട്, സാധനം കറങ്ങുന്നുണ്ട്, ഒരു സീനും ഇല്ല. അപ്പം ഇനി നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ടയർ ഇടണം. ടയർ ഇട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ലൈനർ കൊടുക്കുന്നതിനെ പറ്റി ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് അതിലോട്ട് പോകാം. നമ്മൾ എക്സ്ട്രാ വെച്ച സൈഡിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്കാൽപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചില കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കറങ്ങാനായിട്ട് ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി അപ്പുറ സൈഡ് നമുക്ക് സ്റ്റോക്ക് സൈഡോടെ നമുക്ക് സെറ്റ് ചെയ്യാം. സോ നമ്മളിത് സ്റ്റോക്ക് സൈഡ് കയറ്റി വെക്കുക കേട്ടോ. സാധാരണ നമ്മൾ കയറ്റി വെക്കുന്നു, അതിൻ്റെ എല്ലാം കീയിട്ട് മുറുക്കുന്നു. വേറെ പരിപാടീസോ കാര്യങ്ങളൊന്നുമില്ല, എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതിനകത്ത്. സോ നമ്മൾ വീലിൻ്റെ ഡബിൾ ഡിസ്ക് സെറ്റ് ചെയ്ത് രണ്ട് സൈഡിൽ കാലിപ്പറും പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈനറിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന പരിപാടിയാണ്. അതിന് മുന്നേ നമുക്ക് ഏതായാലും ഇതിൻ്റെ എന്നാ പറയുക ബ്രേക്ക് ബാക്ക് ലിവറിൻ്റെ സെറ്റപ്പ് ചെയ്തേക്കാം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രംബോയുടെ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ലൈനർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ഡിഫറൻറ്റ് രീതിയാണ്. അപ്പം നമ്മളിത് ചെയ്യുമ്പം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഞാനത് മുഴുവനായിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങളത് കാണിച്ചത്. അതിന് One eternity later. കണ്ടുപിടുന്ന വീഡിയോ എന്ന് പറയുന്നത് RS ഡബിൾ ഡിസ്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഒന്നുകൂടെ ആദ്യം ഒരു മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ബ്ലീഡിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ ബ്ലീഡിങ് ആയിരിക്കും കണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ കണ്ടിന്യൂറ്റിയുടെ ചെറിയൊരു ഇതാണ്, സോ അത് മൈൻഡ് ചെയ്യരുത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഡബിൾ ഡിസ്ക് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് കണ്ടല്ലോ, അപ്പുറം ഇപ്പുറം ഡിസ്ക് ആയിട്ടുണ്ട്. വർക്കിങ്ങും എല്ലാം പ്രോപ്പറാണ്. അപ്പം ഈ ഡബിൾ ഡിസ്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള കുറേ സംശയങ്ങളുണ്ട്. വണ്ടിയിൽ എന്നാ പറയണ്ടേ, ABS വർക്കാവുമോ, എന്നാ പറയുക സ്പീഡോമീറ്റർ വർക്കാവുമോ, അങ്ങനെ ഒത്തിരി സംശയങ്ങളുണ്ട്. സോ അതെല്ലാം ഞാനൊന്ന് ഫിനിഷ് ചെയ്ത് തരാം. അപ്പം ആദ്യമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ
നിങ്ങൾ വീഡിയോ ആദ്യം ശ്രദ്ധിച്ചാൽ നമ്മളൊരു ഹാഫ് അപ്പ് അടിച്ചാണ് ഈ സൈഡിലെ ഡിസ്ക്കാണ് നമ്മൾ എക്സ്ട്രാ അടിച്ച് ചെയ്തേക്കുന്നത്. ആ സൈഡിൽ ഓൾറെഡി ഡിസ്ക് ഉണ്ട് നമ്മുടെ വണ്ടിയിൽ. നമ്മളിത് കാലിപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നട്ട് ബോൾട്ടൊക്കെ ജസ്റ്റ് ടെമ്പററി മാത്രമാണ്. വണ്ടി ബാക്കി പരിപാടി ഉള്ളതുകൊണ്ട് അപ്പോൾ ടെമ്പററി ആയിട്ട് കുറേ നട്ട് ബോൾട്ടൊക്കെ ആഡ് ചെയ്ത് വണ്ടി റണ്ണിങ് കണ്ടീഷനാക്കി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയിട്ട് ഇനി ഫൈബർ വർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിരുന്നത് വെച്ചാൽ അപ്പം അതും ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. നമ്മൾ ഈ USB4ക്കും RCയുടെ USB4 കയറ്റുമ്പോഴത്തേക്കും RSൻ്റെ കട്ട് ചെയ്യേണ്ടി വരും, കിറ്റ് കട്ട് ചെയ്യേണ്ടി വരുമെന്ന്. സോ ഉറപ്പായിട്ടും കട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ കാണാൻ മനസ്സിലാവും ഏകദേശം ഈ ഒരു ഏരിയ മുഴുവൻ നമ്മൾ കട്ട് കാണിട്ടുണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ കിറ്റേ കൊണ്ടുവന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഗൈസ് ABS ഉള്ള വണ്ടികളിൽ നമ്മൾ ഡബിൾ ഡിസ്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ലൈനർ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ABS മോട്ടറിൽ നിന്ന് വരുന്ന ലൈനർ നേരെ ഒരു കാലിപ്പറിൽ കൊടുത്തിട്ട് അത് നേരെ അപ്പർ സൈഡിലോട്ട് ആ കാലിപ്പറിൽ നിന്നാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ബാഞ്ചോ ബോൾട്ട് വന്ന് കാലിപ്പറിലോട്ട് ആഡ് ചെയ്തത്, ആ ഡബിൾ ബാഞ്ചോ ബോൾട്ട് വന്ന്. സോ അതാണ് നമ്മൾ ABS ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതി. പിന്നെ നമ്മൾ ഡബിൾ ഡിസ്കിന് ഇച്ചിരി ഒരു പവർ കൂടാൻ വേണ്ടി എന്നാ പറയണ്ടേ, ബ്രംബോർഡ് ഒരു മാസ്റ്റർ സിലിണ്ടറും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ലുക്കും വണ്ടിക്ക് നല്ലൊരു എന്നാ പറയണ്ട, നമുക്ക് ആക്സിൽ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് റേഡിയലിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലുക്ക് നല്ലപോലെ ഇൻക്രീസ് ചെയ്യും. നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ വണ്ടി മുന്നോട്ട് ലോവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല മുന്നോട്ട് നല്ല ഞാൻ നമ്മൾ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ ഇരിക്കുമ്പോൾ ഉള്ള ഔട്ടിൽ നമ്മൾ ലുക്ക് ഞാൻ ആഡ് ചെയ്യാം. നല്ല പക്ക ലുക്കാണ് വണ്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കായിട്ട് മാറിയിട്ടുണ്ട്. ഈ കളറും കാര്യങ്ങളൊന്നും ഇതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ കളേഴ്സും കാര്യങ്ങളും അടിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ട് അടിച്ചിട്ടേക്കുന്ന പെയിൻ്റാണിത്. സോ വണ്ടിയുടെ ഓരോ ലുക്ക് ഉണ്ടല്ലോ എന്നാ പറയണ്ടേ. ഇതിൻ്റെ ബാക്കിൽ ഡ്യൂക്കിനെ അലോ ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ കണ്ടിട്ടില്ല, ചാനലിൽ കയറി നോക്കിയാൽ മതി. വണ്ടി ഡബിൾ ഡിസ്ക് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഓടിച്ച് കാണിച്ചു തരാം. ABS വർക്ക് ആവുന്നുണ്ട്, സ്പീഡോമീറ്റർ വർക്ക് ആവുന്നുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഓടിക്കുന്ന വീഡിയോ എൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം കമൻറ്റ് ചെയ്യുക. വെയിലിറ്റ്സ് വിശ്വസാനിങ് ഫ്രം ടെക് ആൻഡ് ലോ മലയാളി.